ജിയോജിബ്രയിലെ ബട്ടണുകളുടെ ഉപയോഗത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ടൺസ്. ഒരു ബട്ടൺ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അത് പ്രവർത്തിക്കാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അതെല്ലാം കാണാതെ പഠിക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ നിർദ്ദേശങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ജിയോജിബ്രയുടെ ഹെൽപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്പിനകത്ത് ട്യൂട്ടോറിയൽസ് ഉണ്ട്. പക്ഷേ ട്യൂട്ടോറിയൽസ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നെറ്റ് കണക്റ്റ് ആകുന്നോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം, ഉറപ്പാക്കണം. ട്യൂട്ടോറിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കമാൻഡ്സ് ഉണ്ട്. കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സൈറ്റിൽ wiki.geogebra.org എന്നുള്ള സൈറ്റിലോട്ട് പോകും. അവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു കമാൻഡുകൾ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ട്രേസ് ഓണിന് വേണ്ടി ഒരു കമാൻഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാനൊന്ന് സെർച്ച് ചെയ്യുക. ട്രേസ് എന്നുള്ളത് സെർച്ച് ചെയ്തു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. കമാൻഡ് ഓൺ ട്രേസ് ഓൺ എന്ന് കൊടുത്തു. സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു. ഇതാണ് അതിൻ്റെ കമാൻഡ്. സെറ്റ് ട്രേസ് എന്നാണ് അതിൻ്റെ ട്രേസ് ഓണിൻ്റെ കമാൻഡ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സെറ്റ് ട്രേസ് ഒബ്ജക്റ്റ് ട്രൂ ഓർ ഫോൾസ്. അപ്പം ഏത് ഒബ്ജക്റ്റാണോ ട്രേസ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നു. ട്രേസ് ഓൺ ചെയ്യാൻ വേണ്ടി ട്രൂ കൊടുക്കുന്നു, ഓഫ് ചെയ്യാൻ വേണ്ടി ഫോൾസും കൊടുക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ട്രേസ് എ എന്ന ബിന്ദുവിനെ ട്രൂ എന്ന് പറയുമ്പോൾ ട്രേസ് ഓൺ ആവും. ഇനിയും ഇത് തന്നെ നമുക്ക് ഗൂഗിളിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. ഗൂഗിളിനകത്തും നമുക്കിതുപോലെ സെർച്ച് ചെയ്യാം. ജിയോജിബ്ര കമാൻഡ് ടു ട്രേസ് ഓൺ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കമാൻഡുകൾ അല്ലെങ്കിൽ ഹെൽപ്പുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇത് നമ്മൾ നോക്കിയ ആ സൈറ്റിനെയാണ് സെറ്റ് ട്രേസ് കമാൻഡ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജിലേക്ക് തന്നെ പോവാം. അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ഹെൽപ്പ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് കമാൻഡുകളെ എല്ലാം കാണാതെ പഠിക്കാതെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയും നമുക്ക് ജിയോജിബ്രയിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഒരു ട്രേസ് ഓൺ തന്നെ ഉദ്ദേശിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് ഒരു സ്ലൈഡർ ഇൻസേർട്ട് ചെയ്യാം. സ്ലൈഡർ ഇൻസേർട്ട് ചെയ്യുന്നു. ആംഗിൾ സ്ലൈഡറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിൻ്റെ വാല്യൂ 0 to 360, ഇൻക്രിമെൻറ്റ് 1. ഓക്കെ, എല്ലാം റെഡി. ആംഗിൾ സ്ലൈഡർ വന്നു. ഞാൻ ഇനി ഒരു ആംഗിൾ നിർമ്മിക്കാൻ പോകും. ആംഗിൾ വിത്ത് ഗിവൺ സൈസ് നിർമ്മിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു. ശരി. ഈ സൈസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ആൽഫ കൊടുക്കുന്നു. ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസ് അവിടെ വന്നു. ഇനിയും വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വെച്ച് നമുക്ക് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ യോജിപ്പിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇനിയും ഇതിൻ്റെ ആനിമേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേഷൻ ഓൺ ആവും. പോസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പോസ് ചെയ്യാം. ശരി. ഇപ്പോൾ ആനിമേഷൻ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ഇവിടെ നിന്ന് പിന്നെ ഇത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇത് ഇവിടേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. സ്ലൈഡറിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിൽ ഇവിടെ ഓസിലേറ്റിംഗ് എന്നുള്ളത് നമുക്കൊന്ന് ആനിമേഷൻ ഓസിലേറ്റിംഗ് എന്നുള്ളത് മാറ്റി ഇൻക്രീസിങ് എന്നാക്കാം. അപ്പോൾ അത് മാറ്റം വരും. ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് പ്ലേ ആവുന്നൂടെ ആനിമേഷൻ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ നിന്നും മുന്നോട്ട് തന്നെ പോകുന്നതാണ്.
അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്കിനിയും ഇവിടെ 2-3 കമാൻഡുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ ഓൺ ചെയ്യാതെ നമുക്കൊരു ബട്ടണിൻ്റെ സഹായത്തോടെ ആനിമേഷൻ ഓൺ ചെയ്യണമെന്ന് ശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് സ്ലൈഡറിനകത്തെ ബട്ടൺ എടുക്കുന്നു. ഇവിടോട്ട് നമുക്കൊരു ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പേര് കൊടുക്കാം, ആനിമേഷൻ എന്ന് തന്നെ പേര് കൊടുക്കാം, ആനിമേഷൻ. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആനിമേഷൻ എന്നുള്ളതാണ് കമാൻഡ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗൂഗിളിനകത്ത് പോയി നമ്മൾ സെർച്ച് ചെയ്താലും മതി, സ്റ്റാർട്ട് ആനിമേഷൻ എന്നിട്ട് സെർച്ച് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കമാൻഡ് നമുക്ക് ലഭിക്കും. ഓക്കെ, അതവിടെ നമുക്ക് നോക്കാം. അവിടെ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ആനിമേഷൻ. സ്റ്റാർട്ടിൻ്റെ എസ് ക്യാപിറ്റൽ, ആനിമേഷൻ്റെ എയും ക്യാപിറ്റൽ, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു, ആനിമേഷൻ. ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആനിമേഷൻ ഈ സ്ലൈഡറിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, ആൽഫ എന്നുള്ള പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ പക്ഷേ ആൽഫ ഇൻസേർട്ട് ചെയ്യാനൊരു ചെറിയ തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ആൽഫയെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ കമാൻഡ് മൊത്തത്തിൽ ഇവിടോട്ട് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി, സ്റ്റാർട്ട് ആനിമേഷൻ ബ്രാക്കറ്റിൽ ഇവിടുന്ന് ആൽഫ എന്നുള്ളത് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കൺട്രോൾ സി അടിച്ചാൽ കോപ്പി ആവും. ഇവിടേക്ക് നമുക്കതിനെ ഇൻസേർട്ട് ചെയ്യാം. കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നു. അപ്പോൾ ഓക്കെ അടിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ആനിമേഷൻ ഓണായി. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെ പോസ് ചെയ്യുന്നു. ഇനി ബട്ടൺ വെച്ച് റെഡിയാവുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിത് മൂവ് ടൂളിലോട്ട് പോകണം. അതിനുശേഷം ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ആനിമേഷൻ ഓണായി. ഇനി നമുക്ക് ഈ ആനിമേഷൻ ഇവിടെ പോയി ഓഫ് ചെയ്യാതെ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യാനൊരു ബട്ടൺ കൂടെ വേണം. അതിന് നമുക്ക് ഓക്കെ ഒരു ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അവിടെ സ്റ്റോപ്പ് ആനിമേഷൻ തന്നെ കൊടുക്കാം. പേരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ സ്റ്റാർട്ട് ആനിമേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് ആനിമേഷൻ അത് ഫോൾസ് എന്ന് കൊടുത്താൽ മതിയാവും. ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ വർക്ക് ചെയ്ത് വെച്ച് നോക്കാം. ആനിമേഷൻ ഓൺ ചെയ്യുന്നു. ഇവിടെയും തെറ്റ് പറ്റിയത്, ഞാനിവിടെ മൂവ് ടൂൾ എടുത്തില്ല, അതുകൊണ്ടാണ്. സ്റ്റോപ്പ് ആനിമേഷൻ കൊടുക്കാം. സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും 2 ബട്ടൺ നമ്മൾ നിർമ്മിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ പോകുന്ന വഴി ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ കൂടെ വേണം. അപ്പോൾ അതിന് നമുക്ക് ഒരു ബട്ടൺ എടുക്കാം. ഇവിടെ ട്രേസ് ദ ഒബ്ജക്റ്റ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജിയോജിബ്രയുടെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ, ട്യൂട്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കമാൻഡ് കിട്ടും. സെറ്റ് ട്രേസ് എന്നാണ് അതിൻ്റെ പേര്, അല്ലെങ്കിൽ ആ കമാൻഡ്. സെറ്റ് ട്രേസ് എന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ഇനിയും സെറ്റ് ട്രേസ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. ഇനി ഏതിനെയാണ് സെറ്റ് ട്രേസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് A-നെയാണ് ട്രേസ് ചെയ്യേണ്ടത്. ഈ ബിന്ദുവിനെയാണ് നമ്മൾ ട്രേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് A- എന്ന് കൊടുക്കാം. A- എന്ന് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ കീബോർഡിലെ ഡാഷ് എടുത്താൽ മതിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ട്രേസ് ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രൂ എന്ന ബൂളിയൻ വാല്യൂ നമ്മൾ കൊടുക്കണം. ട്രൂവും ഫോൾസുമാണ് ബൂളിയൻ വാല്യൂ ഉള്ളത്. അതിൽ ട്രൂ എന്ന് കൊടുത്താൽ ആ ട്രേസ് ഓൺ ആവും. അപ്പോൾ ഓക്കെ അടിക്കാം. നമുക്ക് അവിടെ ട്രേസ് ദി ഒബ്ജക്റ്റ് എന്നുള്ളത് കിട്ടും. ആനിമേഷൻ ഓൺ ചെയ്യുന്നു. പിന്നെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനവിടെ സെലക്ഷൻ ബട്ടൺ നിൽക്കുന്ന മൂവ് ബട്ടണിൽ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നമുക്ക് മൂവ് ബട്ടൺ, ഈ ഒരു ബട്ടൺ കൂടുതൽ ഇൻസേർട്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആനിമേഷൻ മൂവ് ബട്ടൺ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആനിമേഷൻ ഓൺ ചെയ്യുന്നു.
ട്രേസ് ദ ഒബ്ജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ട്രേസിങ് ഓൺ ആയിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഒബ്ജക്റ്റ് ട്രേസ് ചെയ്തു. ഇനിയും ഈ ട്രേസ് ചെയ്ത ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് അതിൻ്റെ കളറൊന്ന് മാറ്റണം. അതിനു വേണ്ടി നമുക്ക് വേറൊരു ബട്ടൺ കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ആനിമേഷൻ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ആനിമേഷൻ ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇനിയും കളർ മാറ്റാൻ വേണ്ടി നമുക്കൊരു ബട്ടൺ കൂടെ കൊടുക്കാം. ഈ ബട്ടൻ്റെയൊക്കെ വലിപ്പമൊക്കെ കുറയ്ക്കാം. ഞാനിപ്പം തൽക്കാലം അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചേഞ്ച് കളർ എന്നൊരു ബട്ടൺ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് കളർ എന്നാണ്. അതിൻ്റെ കമാൻഡ് സെറ്റ് കളർ. അപ്പോൾ ഈ സെറ്റ് കളറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് കളർ കഴിഞ്ഞിട്ട് ഏതിൻ്റെയാണോ മാറ്റേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന A' പേര് കളറാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ A' എന്ന് കൊടുക്കുന്നു. ഇനി ഏത് കളർ വേണമെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഇനി ഞാൻ റെഡാണ് ഉദ്ദേശിക്കുന്നത്, റെഡാക്കി. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ആനിമേഷൻ ഓൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് കളർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കളറ് മാറി വരുന്നു. ശരി, സ്റ്റോപ്പ് ആനിമേഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ചെയ്തത് എല്ലാം ഇനിഷ്യൽ പൊസിഷനിലായിട്ട് മാറണം. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസെറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനിഷ്യൽ പൊസിഷനിലോട്ട് മാറണം. അതിന് നമുക്ക് ഒരു ബട്ടണോടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ പേര് റീസെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ആൽഫയുടെ വില 0 പോയി നിൽക്കണം. ആൽഫ അതായത് സ്ലൈഡ് ആംഗിൾ 0 ആയിരിക്കണം. രണ്ടാമത് ഇവിടുത്തെ ഈ ട്രേസ് ചെയ്ത ഭാഗം ഡിലീറ്റ് ആവണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രേസ് ചെയ്യുന്നത് ബ്ലൂ തന്നെ ആവണം. ഫസ്റ്റ് ട്രേസ് ചെയ്യുമ്പോൾ ബ്ലൂ തന്നെ ആവണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ റീസെറ്റ് ബട്ടണിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആൽഫ = 0 ആണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ആൽഫ എടുക്കാം. ആൽഫ =0 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോളും സിയും കൂടെ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൺട്രോളും വിയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഓക്കെ, ഒന്നാമത്തെയായി. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് മാറണം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കമാൻഡ് എഴുതാം. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇവിടെ എസും ബിയും സിയും ക്യാപിറ്റലാണ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു കളർ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഗ്രാഫിക്സ് വിൻഡോയുടെ മൊത്തം കളറ് മാറും. മറ്റേ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരും പിന്നെ കളറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബട്ടണിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് മാറ്റാം നമുക്ക്. അന്നേരം ആ ഒബ്ജക്റ്റിൻ്റെ പേര് അവിടെ എഴുതണം, എന്നിട്ട് ആ കളർ മാറ്റണം. ഇപ്പോൾ ഇത് വേണ്ട, നമുക്കിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ മൊത്തത്തിലാണ് മാറ്റേണ്ടത്. വൈറ്റ് എന്നാക്കും. ഇവിടെ അല്ലെങ്കിൽ ഈ ട്രേസ് ഓൺ ഡിലീറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ, ഒരു കമാൻഡ് ഇതിലായിട്ടും കണ്ടില്ല, ഉണ്ടോ എന്നറിയത്തില്ല. എന്നാലും ഇങ്ങനെ ചെയ്തപ്പോൾ അത് ശരിയാകുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ട്രേസ് ഓൺ മാഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ എഡിറ്റിനകത്ത് ഇവിടെ റീഫ്രഷ് ബട്ടൺ വ്യൂവിൽ റീഫ്രഷ് വ്യൂസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ Ctrl+F അടിച്ചു കഴിഞ്ഞാൽ അത് ആ ട്രേസ് ഓൺ മാറിക്കോളും. പക്ഷേ ഇവിടെ നമ്മൾ കമാൻഡ് വഴി ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഞാൻ. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കളറ് ബ്ലൂ ആക്കണം. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് കളർ എന്നുള്ളത് ആ ബിന്ദുവാണ് നമ്മൾ കൊടുക്കേണ്ടത്. A'-ൻ്റെ കളറ് എന്താക്കണം, ബ്ലൂ തന്നെ ആക്കണം. തിരിച്ച് ബ്ലൂ തന്നെ ആവണം. അപ്പോഴങ്ങനെ ബ്ലൂവുമാക്കി. ബ്രാക്കറ്റ് മാറിപ്പോയി. ബ്ലൂ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ പ്രവർത്തനങ്ങൾ റീസെറ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇനിയും ഓക്കെ അടിക്കാം.
ഓക്കെ, ഇനി മൂവ് ടൂളിലേക്ക് പോകുന്നു, സെലക്ഷൻ ടൂള്. അതിനുശേഷം റീസെറ്റ് നമുക്കൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോയി, ആൽഫയുടെ വാല്യൂ 0 ആയി. ഇനി ട്രേസ് ഓൺ കൊടുക്കുവാണെങ്കിൽ ബ്ലൂ ആയിരിക്കും വരുന്നത്. ആനിമേഷൻ ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ആനിമേഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ട്രേസ് ഓൺ ആവുന്നുണ്ട്. ഇവിടെ ട്രേസ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് ഓൺ ആവാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം ശരിയായി, ബ്ലൂ ഒക്കെ ആയി, മറ്റേ ട്രേസ് ഓണൊക്കെ മാറി, എല്ലാം ശരിയായി. ഇനി അതിന് ആ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് മാറ്റാം. റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനുശേഷം സ്ക്രിപ്റ്റിംഗ് എടുക്കുന്നു. ഓൺ ക്ലിക്ക് എന്നെടുത്തത് നമുക്കൊരു കാര്യം കൂടെ മാറ്റാം. സെറ്റ് ട്രേസ് എന്നുള്ളത് A' നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ട്രേസിനെ എന്ത് ചെയ്യണം, ഫോൾസ് ആക്കണം. ട്രൂ ആക്കുവാണെങ്കിൽ അത് ഓണാവും. ഇവിടെ നമ്മൾ ഫോൾസ് ആക്കുന്നു. അതിന് ഓക്കെ അടിക്കാം. ഓക്കെ, ഇവിടെ മൂവ് ടൂൾ തന്നെയാണ്. റീസെറ്റ് കൊടുക്കുന്നു, 0 ആയി, ബാക്കി റെഡിയായി. ആനിമേഷൻ ഓൺ ചെയ്യുന്നു. ട്രേസ് ഓൺ ഇപ്പോൾ ഇല്ല. നമ്മൾ ട്രേസ് ദ സബ് ഓബ്ജക്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ട്രേസ് ഓൺ ആവുന്നു. ചേഞ്ച് കളർ റെഡിയാവുന്നു. സ്റ്റോപ്പ് ആനിമേഷൻ റെഡിയാവുന്നു. റീസെറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആവുന്നു. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതരം പ്രവർത്തനങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതും ഹൈഡ് ചെയ്യാൻ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഷോ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഈ ബട്ടൺ വഴിയെല്ലാം നിയന്ത്രിച്ചോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ബട്ടൺ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോ ബട്ടൻ്റെയും കമാൻഡുകൾ നമുക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. കുറേ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എന്നാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും, ഇന്ന വഴി പോയാൽ അടുത്ത ബട്ടൻ്റെ സ്ക്രിപ്റ്റ് കിട്ടും എന്നുള്ളൊരു തോന്നലും നമുക്കതിനൊന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ റിസോഴ്സ് നിർമ്മാണത്തിന് വളരെയധികം സഹായിക്കുന്ന ബട്ടണെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.